കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ഇൻ്റർവ്യൂ കാണുന്നത്. അസ്ല മാർലി എന്ന ഒരു പെൺകുട്ടി നിരന്തരമായിട്ട് സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇസ്ലാമിനെ കുറിച്ചിട്ട് കുറച്ച് തെറ്റായ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളായതുകൊണ്ട് അതിൽ ചെറിയ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ. നമുക്ക് എന്തായാലും അസ്ലയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാം. എത്രത്തോളം പ്രധാനമാണ് തട്ടം ഇസ്ലാമിൽ? തട്ടം ഞാൻ പറയട്ടെ, ഇപ്പൊ ശരിക്കും നമ്മുടെ മതത്തിൽ തട്ടം ഡ്രസ്സിന്റെ മോഡസ്റ്റി ഒരു മോഡസ്റ്റ് ആണ്. അതൊരു അങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നത്. എനിക്ക് എന്റെ മോഡസ്റ്റി ഒന്നും ഞാൻ ഇങ്ങനെ നടക്കുന്നതായിരിക്കും. ഓക്കെ ഇസ്ലാമിൽ തട്ടത്തിന്റെ സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ഫർളാണ്, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, കൃത്യമായിട്ട് ആയത്തുകളിലൊക്കെ പറയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിട്ടും അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന മതക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന മതക്കാരിയാണെന്ന് പറയാതെ ചെയ്യുക നല്ലത്. ഞാൻ ഇന്ത്യൻ ഭരണഘടനയെ മാത്രം അനുശ്വാസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം ഞാൻ ഇസ്ലാമാണ്, പക്ഷേ ഇസ്ലാമിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യില്ല, അതെൻ്റെ ഇഷ്ടത്തിനെ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇസ്ലാമാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്തർത്ഥമാണുള്ളത്? എന്താണ് തട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം. സൂറത്തുൽ നൂർ അധ്യായം 24 ആയത്ത് 31. അവരവരുടെ മക്കനകൾ മാറോടടുപ്പിച്ച് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അവരുടെ ഭർത്താക്കന്മാർ, പിതാക്കൾ എന്നിവർക്കല്ലാതെ തങ്ങളുടെ അലങ്കാരങ്ങൾ അവർ വെളിപ്പെടുത്തരുത്. തല തട്ടമിട്ട് മറയ്ക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ചെയ്യൂ. എന്നാൽ ഞാൻ ഇസ്ലാമാണ്. എന്ത് വിരോധാഭാസമായിട്ടുള്ള വാക്കാണല്ലേ. തീർന്നില്ല. സൂറത്തുൽ അഹ്സാബ് അധ്യായം 33 ആയത്തി 59. നബിയെ, നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. ശരീരം, തലയിലെ മക്കന മാറിൻ്റെ അടുത്ത് വരെ അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നത് വരെ തുണി ഇടണം എന്നാ പറയുന്നത്, മറച്ചിരിക്കണം എന്നാ പറയുന്നത്. അത് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയാണെന്നുള്ളതാണ്. സ്ത്രീയുടെ സൃഷ്ടി, ആ സൃഷ്ടി കാണുമ്പോൾ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് അട്രാക്ഷൻ തോന്നും. അങ്ങനെയാണ് ആ സൃഷ്ടി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ശരീരം മറച്ചു നിൽക്കുന്ന ആളുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അത്. അപ്പൊ അത്രയ്ക്ക് വ്യക്തമായിട്ട് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തട്ടം ഞാൻ മറക്കില്ല. ബാക്കി എന്തോ പറയുന്നുണ്ട്, കേൾക്കാം. അപ്പൊ എനിക്ക് ഒരു തട്ടത്തിലാണ് എന്റെ ഒരു വ്യക്തിത്വം ഇരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാരും പറയും അള്ളാഹിനെ പേടിയില്ലേ, അള്ളാഹിനെ ഭയല്ലേ, എനിക്ക് അള്ളാഹിനെ പേടിയില്ല. എനിക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് ഞാൻ പടച്ചോനെ വിളിക്കുമ്പോഴായിരിക്കും. നമുക്ക് ഏറ്റവും സമാധാനം, പേടിക്കുന്ന ഒരാളെ നമുക്ക് അവിടുത്തെ സമാധാനം കിട്ടുമോ? ഇല്ല. അള്ളാഹുവിനെ പേടിക്കാൻ അവിടെയും പറഞ്ഞിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് തെറ്റായ സന്ദേശം കൊടുക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹുവിനെ സ്നേഹിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിനെ വിശ്വസിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ വിശ്വാസങ്ങളിൽ ഖുർആനിൽ കൃത്യമായിട്ട് എഴുതപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ വചനങ്ങളും കൂടി സ്വീകരിക്കുന്ന ആളായിരിക്കും, അത് പിന്തുടരുന്നവരുമായിരിക്കും ഇസ്ലാം. അതാദ്യം മനസ്സിലാക്കുക. എന്തിനേറെ പറയുന്നു, മറ്റുള്ള മതസ്ഥരായ ആളുകൾ, ഇതര മതസ്ഥര്, നമ്മളങ്ങനെ വേർതിരിച്ച് പറയല്ല, ഈ ഒരു വിഷയം പറയേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് പറയാണ്. ഇപ്പോൾ ഒരു കന്യാസ്ത്രീയുടെ വസ്ത്രം ഒരു ഇസ്ലാമിൽ പറഞ്ഞ ഒരു പെൺകുട്ടി അത് ഇട്ടു എന്ന് കൂട്ടുക, അത് ഒരു അനുകരണമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. ഇപ്പൊ നമ്മളൊരു ഡ്രാമയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെയല്ല, അത് അനുകരണമായിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ഇസ്ലാമിൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് ഒരു ഉളുപ്പില്ലാതെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുവിനെ ഞാനിതിനെ പേടിക്കുന്നത്. അള്ളാഹുവിനെ പേടിക്കൊന്നും വേണ്ട, പക്ഷെ നമ്മൾ ആ വിശ്വാസിയാണെങ്കിൽ ഖുറാനെ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആരാധിക്കുന്നത് പറയാൻ കഴിയില്ല. ഖുറാൻ ദൈവഗ്രന്ഥമാണ്, മതഗ്രന്ഥമാണ്. അതിനനുസരിച്ചിട്ടാണ് ഓരോ ഇസ്ലാം മുന്നോട്ട് പോകേണ്ടത്. അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം. സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യം അന്യർക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഖുറാൻ ഇപ്രകാരം പറയുന്നു: തങ്ങളുടെ അലങ്കാരങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും അവർ വെളിപ്പെടുത്തരുത്. സൂറത്തുൽ നൂറിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇഷ്ടാനുസരണം ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നില്ല, എനിക്ക് ഭയങ്കര ഭക്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. ഖുറാൻ അടിസ്ഥാനത്തിലാണ് ഓരോ മുസ്ലിമും മുന്നോട്ട് പോകേണ്ടത്. അതാദ്യം മനസ്സിലാക്കുക. ഇതിനിടയിൽ ചിലപ്പോൾ വർഗീയത പറയുന്ന കുറേ ആളുകൾ കയറി വരെ, അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ അടർത്തിയെടുത്തിരിക്കുന്ന പല ഭാഗങ്ങളുണ്ടാവും. നിങ്ങൾ തീവ്രവാദികളാണ് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന കുറച്ച് സാധനങ്ങളില്ലേ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഖുറാൻ മുഴുവനായിട്ടൊന്ന് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ അടർത്തിയെടുക്കുന്നതിൻ്റെ മുൻപും പിൻപും വായിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് എവിടെയാണ്, എന്ത് സന്ദർഭത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. എന്താ ചെയ്യുക, കുറേ ആളുകളുണ്ടാവും, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ ഭയമില്ല,
നമുക്കെന്താ സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം തന്നെയാണ് വേണ്ടത്. സ്നേഹം തന്നെയാണ് ഇസ്ലാം മതത്തിൻ്റെ അർത്ഥവും. അതാദ്യം മനസ്സിലാക്കുക. എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിളിക്കും, ഞാൻ പടച്ചോനെ ആയിരിക്കും ഓർക്കുന്നുണ്ടായിരിക്കാം. എനിക്ക് പേടിയുള്ള ആളെ ഒരിക്കലും ഞാൻ ആ സമയത്ത് ഞാൻ ഓർക്കൂല. അപ്പൊ എനിക്ക് പടച്ചോൻ എന്നെ ഇങ്ങനെ ശിക്ഷിക്കും അങ്ങനെ ഇതാക്കും എന്നുള്ളത് ഞാനേ ഇല്ല. ഇസ്ലാം മതവിശ്വാസ പ്രകാരമാണ് താങ്കൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാനല്ല അത് പറയേണ്ടത്, ഞാൻ പറയാൻ ആളല്ല. അള്ളാഹുവും നിങ്ങളും തമ്മിലാണ് അത് അവസാന നാളിൽ, അന്ത്യനാളിൽ പറയേണ്ടതായിട്ടുള്ളത്. എന്നാലും ഞാൻ അടിച്ചു വെച്ച അറിവ് വെച്ച് പറയുകയാണ്. ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ശരീര സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും, പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരമാണ്. നിസ്കാരം ഫർളാണ്. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇസ്ലാമായി പിറന്ന പ്രായപൂർത്തിയായ ആളുകളിൽ വൈകല്യങ്ങളുള്ള ആളുകളെ ഒഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ട് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്, നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്, അതുപോലെ മുഖത്ത് ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട ഒരാളുടെ ഒന്നും കറക്റ്റ് ആവില്ല. അതായത് നിസ്കരിക്കുന്നതിന് മുൻപ് ശരീരശുദ്ധി വരുത്തുന്നത്. നെയിൽ പോളിഷ് വളരെ അപകടമാണ്. നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, വൃത്തിയാവില്ല. ശരീരത്തെ എല്ലാ ഇടങ്ങളിലും നഖത്തിനിടയിലേക്ക് വെള്ളം ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അതൊന്നും തട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ എനിക്ക് പേടിയല്ല, ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമുള്ള ആളുടെ അടുത്തല്ലേ നമ്മൾ ഓടി ചെല്ലുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഖുർആൻ പറയുന്നുണ്ട് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അവർക്ക് ശിക്ഷ കിട്ടും എന്നുള്ളത്. ഞാൻ വേണമെങ്കിൽ കുറച്ച് ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു മേക്കപ്പും കാര്യങ്ങളും ഇടരുതെന്ന് പറയുന്നത് എന്നുള്ളതാണ്. നിസ്കാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. തീർച്ചയായും നിസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു. സൂറത്തുന്നിസ 4 എഴുതപ്പെട്ടിട്ടുണ്ട് എല്ലായിടങ്ങളിലും. ഇപ്പൊ അസ്ലാമാലി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഭയമുള്ള ഒരാളെ അടുത്തേക്ക് നമ്മൾ ഒന്നും പറയാൻ ഓടിച്ചില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ എനിക്ക് പേടിയല്ല എന്നുള്ളത്. പേടിക്കണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒരു തെറ്റായ കാര്യമാണെന്നുള്ളതാണ്. എനിക്കതിൽ വിശ്വാസമൊന്നും ഇല്ല കേട്ടോ, ഞാൻ തട്ടൊന്നും മറക്കുന്നില്ല കേട്ടോ, ഞാൻ ഇന്ത്യയുടെ നിയമങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അതിൽ ഒരു മുസൽമാനും ഒരു സങ്കടവും ഉണ്ടാവില്ല, അല്ലേ? ഒരു സങ്കോചവും ഉണ്ടാവില്ല. എന്താ പ്രശ്നമുള്ളത്? നേരെ തിരിച്ച് ഈ രീതിയിൽ ഇതിനെ മാറ്റി പറയുമ്പോൾ അത് അവർക്ക് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ്. അടുത്ത നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ആയത്തും കൂടി ഞാൻ വായിക്കാം. നിങ്ങൾ നിസ്കാരങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മധ്യവർത്തി നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിഷ്കർഷയുള്ളവരായിരിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് നിങ്ങൾ നിൽക്കുകയും ചെയ്യുക. സൂറത്തുൽ ബഖറ 2. നമുക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാം, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതായിട്ടില്ല, ഒക്കെ ശരിയാ. പക്ഷെ ഒരു കാര്യം, ആ ഖുർആൻ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം മതം മുന്നോട്ട് പോകുന്നത്. അതിൽ പറയുന്ന പല വാക്കുകളെയും തള്ളി പറയുന്നത് പോലെ, മോഡിഫൈ ചെയ്ത് പറയുന്നത് പോലെ എനിക്ക് തോന്നി. നിങ്ങളുടെ ഇഷ്ടാനുസരണം. എന്നെ മനസ്സിലാക്കും പടച്ചോൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. എന്നെ മനസ്സിലാക്കും പടച്ചോൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. എന്നെ മനസ്സിലാക്കും പടച്ചോൻ. കൃത്യമായി ഖുർആനിൽ എഴുതപ്പെട്ട വാക്കുകൾ, ആ കാര്യങ്ങളൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവും. അവർക്ക് ശിക്ഷ എന്നൊരു സാധനം കൃത്യമായിട്ട് കിട്ടും. അത് ഖുർആനിലുണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. തട്ടം നിർബന്ധമാണ്. കോസ്മെറ്റിക് ഐറ്റംസ്, ശരീര സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സ്വന്തം വീട്ടിനകത്ത്, സ്വന്തം ഭർത്താവിൻ്റെ മുൻപിൽ, പിന്നെ സ്ത്രീജനങ്ങളുടെ മുന്നിൽ മാത്രമായിരിക്കണം എന്ന് കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരാൾ പറയും ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഭയമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ്. അതാണ് ഖുർആനിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പലിശ വാങ്ങലും കൊടുക്കലും പാടില്ല എന്ന് പറയുന്നുണ്ട്. പലിശ കൊടുക്കുന്നവനും വാങ്ങുന്നവനും സ്വന്തം തലയിൽ ആണി അടിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. വ്യഭിചാരത്തെക്കുറിച്ചിട്ടും വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. പെർഫ്യൂം അടിച്ച് മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ആണുങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ സെക്ഷലായി തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് എന്ന് വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ പറയുന്ന മണ്ടത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് തട്ടിടാത്തത് എന്റെ മാത്രം എന്ന് വെച്ചിട്ട് തട്ടിടുന്നവരെ ഞാൻ ഒരിക്കലും ഞാൻ ഇതാക്കിയിട്ടില്ല. ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ഞാൻ പറയില്ല. അത് ഓരോരുത്തരെ വിശ്വാസത്തിന് നിയമപ്രകാരം തട്ടം ഇടുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ഞാൻ ചെയ്യുന്നില്ല മാത്രം എന്ന് വെച്ചിട്ട് ഞാൻ അത് ചെയ്തില്ലാത്തോണ്ട് ഞാൻ വിശ്വാസിയാവുന്നില്ല. ചെയ്യാത്തത് കൊണ്ട് ഞാൻ വിശ്വാസിയാവാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഖുറാനിൽ പറയുന്ന വാക്കുകളെ മാറ്റി പറഞ്ഞുകൊണ്ടും അതിൽ പറയുന്ന ആയത്തുകൾ, വാക്കുകൾ ഇതിനൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടാനുസരണം ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഇസ്ലാമായിട്ട് കാണാൻ കഴിയില്ല. അത് ആദ്യം മനസ്സിലാക്കുക. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് പല കാര്യങ്ങളും അതിൽ എഴുതപ്പെട്ടിട്ടുള്ളത്.
ശരീര സൗന്ദര്യ വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു പുരുഷന്റെ മുന്നിലേക്ക് കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ തെറ്റായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഖുർആനിൽ അത്തരം വചനങ്ങൾ വന്നിട്ടുള്ളത്. ആ ഒരു കാര്യത്തെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് മതപണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞ വിഷയങ്ങളാണെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വിഷയത്തിൽ അസ്ലാം മാർലി പറയുന്ന ഈ വാക്കുകൾ ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. ആ വീഡിയോന്റെ അടിയിൽ തന്നെ ഇഷ്ടം പോലെ കമന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്ക് കറക്റ്റാണ്. അള്ളാഹുവിന് ഭയപ്പെടേണ്ടതായിട്ടില്ല, തെറ്റ് ചെയ്യാത്തവർ ഭയപ്പെടേണ്ടതായിട്ടില്ല. ഈ വീഡിയോ പൂർണ്ണമായിട്ട് ഇസ്ലാം മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇനി കുറേ ആളുകൾ വന്നിട്ട് ഇത് പറയാൻ വരും. അതുകൊണ്ട് പറയാണ്, ഞാൻ 3 മതത്തിലെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യനാണ്, 3 മതങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. തുടർന്ന് കേൾക്കാം. പക്ഷെ എന്നാൽ ചിലവർക്ക് കുഞ്ഞ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. കുഞ്ഞ് വേണം എന്നുള്ളതും അല്ലെങ്കിൽ നമുക്ക് സ്വന്തം, നമുക്ക് നാളെ ഒരു ദിവസം കുഞ്ഞ് വേണം എന്നുള്ളത് പലവരും ആഗ്രഹമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? ഇപ്പൊ ഫസ്റ്റ് വേണമെങ്കിൽ ദത്തെടുക്കാം. നീ ഒന്നുമല്ല, ഇപ്പൊ നമുക്ക് പല മാർഗങ്ങളുണ്ടല്ലോ. ഇപ്പൊ വിവാഹം കഴിക്കണം എന്നൊന്നുമില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ പറയുന്നത്, നമുക്ക് എല്ലാ മാർഗങ്ങളുണ്ട്. ഈ സൊസൈറ്റി എങ്ങനെ കാണുന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും പറ്റത്തില്ല. ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടൊരു കാര്യം അറിയാലോ, ഇവർ ഇസ്ലാം മത വിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് ഓൾറെഡി തലയിൽ തട്ടല്ല. പിന്നെ അതിന് ന്യായീകരണം കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത കാര്യമാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യം പോലും ഡോക്ടറെ കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് ആ വെഡിത്തരം എന്നുള്ളതാണ്. അവരിപ്പോൾ ഞാനൊരു മതത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരർത്ഥം ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇതൊരു ഞാനതാ എന്ന് പറഞ്ഞിട്ട് അതിനെതിർത്ത് സംസാരിക്കുന്ന കാര്യങ്ങളത് അതത്ര നല്ലതല്ല. ഇതിപ്പോ കുഞ്ഞെന്നുള്ളതല്ല, ഒരു ഡ്രസ്സ് ഇടാൻ സ്വന്തം ഇഷ്ടത്തിന് ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. രാത്രി പുറത്തിറങ്ങണം എന്ന് വെച്ചാൽ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പ്രേമിക്കാൻ പറ്റുമോ എന്ന് അതും പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. സ്വന്തം ജീവിക്കാൻ ധൈര്യം ഉണ്ടോ ജീവിക്കാൻ എന്നാൽ നിങ്ങൾക്ക് ഏത് രീതിക്കും ജീവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്, എങ്ങനെ ജീവിക്കണം ജീവിക്കണ്ട എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇവരിപ്പോൾ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ്. ഒരിക്കലും ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇങ്ങനെ അങ്ങനെ എന്ന് ഈ വിഷയത്തിൽ അവർക്ക് പറയാൻ കഴിയില്ല. കാരണം ഓരോ മതവും കൃത്യമായി അതിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്നേഹം തന്നെയാണ് ഓരോ മതവും പഠിപ്പിച്ചു തരുന്നത്. പല ആളുകളും അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ വരുന്ന മാറ്റങ്ങളാണെന്നുള്ളതാണ്, മനസ്സിലാക്കുന്ന രീതിയിൽ വരുന്ന പൊട്ടത്തരങ്ങളാണെന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. ഇവർ പറഞ്ഞ വാക്കുകളിൽ ഒരുപാട് പൊട്ടത്തരമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ. ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഇതിൽ തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ മോഡേൺ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ മോഡേൺ ചിന്താഗതിക്ക് അനുസരിച്ച് മാറ്റം വരുന്നൊരു മതഗ്രന്ഥമല്ല ഇത് എന്നുള്ളതാണ്. ഒരിക്കലും എഡിറ്റ് ചെയ്യപ്പെടാത്ത ഒരു മതഗ്രന്ഥമായിട്ടാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇഷ്ടാനുസരണം പല ആളുകളും അത് അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പലതും പറയുക എന്നുള്ളതാണ്. പക്ഷെ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സന്ദീപേ, ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ ഈ മതവിശ്വാസമാണെന്ന് വെറുതെ പറഞ്ഞ് നടക്കുന്നവരാണ്. ആ വിശ്വാസം കൊണ്ട് പോകുന്ന ആളുകളൊന്നും ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടി നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലിപ്സ്റ്റിക്ക് ഇടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2010-12 ശേഷം ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മേക്കപ്പിലേക്ക് കയറിയതാണ്. ആദ്യം കാണുന്നത് ഈ ലിപ് ബാമും കാര്യങ്ങളൊക്കെ, പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ പല ശരീര സൗന്ദര്യ വസ്തുക്കളില്ലേ, അത് ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വലിയൊരു അപകടം അവിടെ വേറെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം മത വിശ്വാസപ്രകാരം ജീവിക്കുന്ന ആളുകളുടെ മുന്നിലേക്കാണ് കേട്ടോ. ഇനി ഇതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവർ കുറച്ച് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയാണല്ലോ എന്നുള്ളത്. അതൊന്ന് കേൾക്കാം. പൈസ കൊടുത്തില്ലെങ്കിൽ മുണ്ട് പൊക്കി കാണിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ മറ്റേ ട്രെയിനിൽ പോണ, ഡൽഹിയിൽ ട്രെയിനിൽ പോണ സമയത്ത് ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ സാരി പൊക്കി കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ, അയ്യോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഇങ്ങനെയാണോ? അല്ല, എത്രയോ അടിപൊളിയായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് അന്തസ്സായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ ഡിഫറൻസ് വരുന്നത്. ഇതെന്ന് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനെ അല്ല. അത് നമ്മള് ബുദ്ധിയിൽ അത് മനസ്സിലാക്കണം എല്ലാവരും. അത് ശരിയാണ്. നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് നമ്മളെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്, ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഉപദ്രവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം അടുത്ത് തന്നെ ഡൽഹിയിൽ നല്ല അടി കിട്ടിയല്ലോ ഓരോ ട്രാൻസിന്. പൈസ ഒന്ന് ചോദിച്ചു കൊടുത്തില്ല, മുണ്ട് പൊക്കി കാണിച്ചപ്പോൾ അടിച്ചണ്ട് കൂട്ടി. ഇപ്പോൾ ട്രാൻസ് ആക്ട് ഒക്കെ വന്നത് കൊണ്ടൊക്കെ തന്നെ അവർക്ക് നല്ല പണി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. BJP-ക്കാരോട് ഇവിടുത്തെ ട്രാൻസിന് ഭയങ്കര ദേഷ്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? BJP-ക്കാരാണ് അങ്ങനെ ഒരു നിയമം ഇവിടെ പാസ്സാക്കിയത്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല ദേഷ്യം BJP-ക്കാരോട് ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. നല്ല രീതിയിൽ ജീവിക്കുന്ന ഇഷ്ടം പോലെ ട്രാൻസിന് നമുക്കറിയാം. പക്ഷേ വേറൊരാളുണ്ട്, ജാസി എന്നാണ് പേര്. അവർ ഇതേപോലെ തന്നെ ഈ മതത്തിനെ കുറിച്ചിട്ട് തെറ്റായ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഇസ്ലാം മതം ഒരിക്കലും അംഗീകരിക്കാത്തൊരു വിഭാഗമാണ് ഈ ഹിജഡ വിഭാഗം എന്ന് പറയുന്നത്, ഈ ട്രാൻസ് എന്ന് പറയുന്നത്. ഹിജഡ എന്ന് തെറിയല്ല കേട്ടോ. ഹിജറ എന്ന് പറഞ്ഞ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പേരാണ്. ഇന്ത്യയിൽ അങ്ങനെയാണ് പറയുക വരെ. അപ്പോൾ
അത് സെറ്റല്ല, നബി ഞങ്ങളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളച്ചൊടിക്കുന്ന ജാസീനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് പോകണ്ട, നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അത് തോന്നിയിട്ടുണ്ടോ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായത്തിൽ? എനിക്ക് അങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്നവര് എനിക്ക് അങ്ങനെ ഒരു മോശം കണ്ണിൽ ഞാനൊരു മോശം പ്രവൃത്തിയെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു സെക്സ് വർക്ക് അല്ല. സെക്സ് വർക്കേഴ്സ് എന്താ, അവരെ ബലമായിട്ട് ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് അങ്ങനെയല്ലല്ലോ സെക്സ് വർക്ക്. ഒരാള് പൈസയും കൊടുത്ത് വില്ലിങ് ആയി അവരെ കൂടെ പോയിട്ട് ഇതാക്കുന്നല്ലേ സെക്സ് വർക്ക്. അവർക്ക് ജീവിക്കാൻ ചിലപ്പോൾ അതേ അറിയുന്നുണ്ടാവുള്ളൂ, അതേ വഴി ഉണ്ടാവുള്ളൂ. ചിലർ ചെറുപ്പത്തിലേ അങ്ങനെ വന്നുപെട്ടവർ. എനിക്ക് യോജിപ്പില്ല. ഒരിക്കലും ഒരു മതവിശ്വാസിക്ക് പറയാൻ കഴിയാത്ത ഒരു വാക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് വ്യഭിചാരം ഒരു തെറ്റല്ല എന്നുള്ളത്. വ്യഭിചാരം 100% തെറ്റാണെന്ന് കൃത്യമായിട്ട് ഖുർആനിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. വ്യഭിചാരം ഇനി ഏത് മതം എടുത്ത് നോക്കിയാലും തെറ്റായിട്ട് തന്നെയാണ് പറയുന്നത്. എന്തുവാടേ, ഇവരാണ് മതത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. കൊള്ളാല്ലേ. അതേ അറിയത്തുള്ളൂ എന്നോട് ഞാൻ പറയാം, ഇപ്പൊ ഒരു മുംബൈയില് നമ്മൾ പോയി, എത്രയോ സെക്സ് ട്രാഫിക്കിംഗ് വഴി എത്രയോ കുഞ്ഞുങ്ങളെ കടത്തിയിട്ട് വളരെ ചെറിയ പ്രായം തൊട്ടിട്ടേ ഈ ഒരു ഇതിലുണ്ടായിരിക്കും. അവർക്ക് വലുതായി ഇതേ അറിയുള്ളൂ. അവർക്ക് വേറൊരു ലോകത്തിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവില്ല, ഈ ഒരു ചുറ്റുപാടിനെ കുറിച്ചിട്ട് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. എന്ത് വലിയ വിഡ്ഢിത്തരാ പറഞ്ഞേ. അങ്ങനെ ഒരു ട്രാപ്പിൽ ഒരാൾ പെട്ടു എന്ന് തന്നെ കൂട്ടുക. അങ്ങനെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് റിക്കവർ ചെയ്തെടുത്ത് അവർ കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അവരതിൽ നിന്ന് ഊരിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ അവർക്ക് അതേ ചെയ്യാൻ അറിയൂ എന്ന് പറയുന്നത് എന്ത് വലിയ വിഡ്ഢിത്തരാണ്. അങ്ങനെയൊന്നുമില്ല. അതേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. നമ്മളങ്ങനെ നമ്മുടെ മുന്നിൽ ആരെങ്കിലും നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് ഖുർആനിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തെറ്റ് പറ്റുന്നവർ തിരുത്തി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അസ്ലാം മാർലി പറഞ്ഞ ഈ വാക്കുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയണ കേട്ടാ. എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.